കടലിനും ടി.എസ്. കനാലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം വൃശ്ചികോത്സവ ലഹരിയിലാണ്. വെള്ളമണൽ വിരിച്ച കടപ്പുറം. കടലിനോട് ചേർന്നാണ് മണികിലുക്കത്തോടെ വിശ്വാസലക്ഷ്യങ്ങളുടെ ആശ്രയമായ കാട്ടിൽ മേക്കതിൽ അമ്മയുടെ ശ്രീകോവിൽ. എല്ലാ ദിവസവും പൊങ്കാല, എല്ലാ ദിവസവും പുതിയ ഉടയാട, എല്ലാ ദിവസവും അന്നദാനം. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. കടലിലെ തിരമാലകൾ പോലെ ഭക്തലക്ഷങ്ങൾ ഇവിടെ തീരമണയുന്നു. മനകളുടെ നാട് എന്നാണ് പന്മന പണ്ടേ അറിയപ്പെടുന്നത്. പന്മനയ്ക്ക് പടിഞ്ഞാറ് കടലും കായലിനും മധ്യയാണ് പൊന്മനയുടെ കിടപ്പ്. കായലിനും കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കേട്ടുകേൾവിയോ വിശ്വാസങ്ങളോ അല്ല കാട്ടിലമ്മയുടെ തിരുസന്നിധിയെ ഐതിഹ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്. തെളിവുകളാണ്, നിത്യസാക്ഷ്യങ്ങളാണ്. വർഷത്തിൽ 12 ദിവസം കാട്ടിലമ്മയുടെ തിരുനടയിൽ കുടിൽ കെട്ടി താമസിക്കാനെത്താറുണ്ട് ഭക്തജനങ്ങൾ. വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ഉത്സവകാലത്താണ് ഈ ഭജനം പാർക്കൽ. മുൻപ് ഓല കൊണ്ടായിരുന്നു കുടിലുകൾ കെട്ടിയിരുന്നത്. ഇപ്പോൾ സുരക്ഷ മുൻനിർത്തി സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ഓല ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു. വൃശ്ചികം 1-ന് ഭജനം പാർക്കാനെത്തിയാൽ 12 ദിവസം കഴിഞ്ഞ് ക്ഷേത്ര പരിസരം വിട്ടുപോകാൻ പാടുള്ളൂ. സകുടുംബമാണ് പങ്കെടുക്കേണ്ടത്. 3 നേരവും ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ നിന്നും ആഹാരമുണ്ടാകും. കുടിലിനകത്ത് പുഴുക്കുകളുമുണ്ടാക്കാം. ചേന, ചേമ്പ്, കാച്ചിൽ, മരിച്ചീനി തുടങ്ങിയവയാണ് പുഴുക്കിനുള്ള ഇനങ്ങൾ. ഈ പുഴുക്ക് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യും. ഇത് പ്രസാദമായാണ് കണക്കാക്കുന്നത്. കുടിലുകളിൽ എന്നും സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കും. കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന കാഴ്ചയാണത്. വൃശ്ചികം 12-നാണ് തിരുമുടി എഴുന്നള്ളത്ത്. അതിനുശേഷം ഭജനം പാർത്ത കുടുംബങ്ങൾക്ക് മടങ്ങാം. ഉത്സവം കൊടിയേറിയാൽ തിരുമുടി പുറത്തേക്ക് എഴുന്നള്ളിക്കും. 16 കരകൾ ചുറ്റി ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നത്. വനദുർഗാ സങ്കല്പത്തിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണിവിടെ. ദാരികൻ്റെ ശിരസറുത്തു വരുന്ന കാളീരൂപമാണ് മൂലസങ്കല്പം. ഉഗ്രശക്തിയായ ദേവിയുടെ ഊർജം ശമിപ്പിക്കാനാണ് തുറന്ന മേൽക്കൂര. കാറ്റും മഴയും വെയിലും നേരിട്ട് വിഗ്രഹശിരസിലേക്ക് ആവാഹിക്കുന്നു. എന്നാൽ കാട്ടിലമ്മയുടെ മറ്റൊരു പ്രത്യേകത കടലും അമ്മയെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കടലിൽ ഉയരുന്ന വൻ തിരമാലകൾ ശ്രീകോവിലിനുള്ളിലും എത്താറുണ്ട്. ദിവസവും കുറഞ്ഞത് 7 തിരമാലകളെങ്കിലും വിഗ്രഹത്തിൽ തീർത്ഥം തളിച്ച് മടങ്ങിപ്പോകുന്നു. പ്രാചീന ഗ്രന്ഥമായ ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്ന് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൻ്റെ മൂലരൂപമായിരുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. ചിലപ്പതികാര കാലത്ത് രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ പണികഴിപ്പിച്ച ക്ഷേത്രം 16-ാം നൂറ്റാണ്ടിലുണ്ടായ കടൽക്ഷോഭത്തിൽ മുങ്ങിപ്പോയി. ചരിത്രം എന്തായാലും ഇവിടെ കടലിനടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ സമുദ്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രഭാഗങ്ങൾ മീൻപാലുകളായി കടലിനടിയിലുണ്ട്. കഥകളി ക്ഷേത്ര ചടങ്ങാകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ ദക്ഷയാഗമാണ്. ഭദ്രകാളി സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദക്ഷയാഗം കഥകളി അവതരിപ്പിക്കുന്നത്. മേൽശാന്തിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് കളി അവസാനിപ്പിക്കുന്നതും നടന്മാർ വേഷമഴിക്കുന്നതും. വാഹന പാർക്കിംഗ്, കടത്ത്, ഉച്ചഭക്ഷണം എന്നിവയെല്ലാം ഇവിടെ സൗജന്യമാണ്. ഇന്ത്യയിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ മണികെട്ടുന്ന ആചാരം. ആഗ്രഹങ്ങൾ മണികിലുക്കമാകുന്ന ഈ പ്രാർത്ഥന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ എന്നു തുടങ്ങി എന്നതിനെ സംബന്ധിച്ച വിവിധ അഭിപ്രായങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ വിളക്ക് വച്ച് ആരാധന തുടങ്ങിയ കാലം മുതൽക്കേ മണികെട്ടുന്ന സമ്പ്രദായമുണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. 3 പതിറ്റാണ്ടിനിപ്പുറമാണ് മണികെട്ടുന്ന ചടങ്ങ് ഇത്രയും പ്രശസ്തമായത് എന്നും അനുഭവസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് കാരണമായി പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറ്റുന്നതിനിടയിൽ കൊടിമരത്തിൽ നിന്ന് ഒരു മണി അടർന്നു താഴെ വീണു. അത് കണ്ട പൂജാരി മണിയെടുത്ത് തൊട്ടടുത്തു നിന്ന പേരാലിൽ കെട്ടി. അതിനുശേഷം പൂജാരിയുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ടായി. ദൈവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ് എന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തർ മണികെട്ടി തുടങ്ങിയെന്നുമാണ് ഒരു വിശ്വാസം. പേരാലിൻ്റെ ശിഖരങ്ങളിൽ പകുതിയിലേറെയും മണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
ഒരു മാസം ശരാശരി 4 ലക്ഷം മണികളാണ് കെട്ടുന്നത്. നട തുറന്നിരിക്കുമ്പോഴെല്ലാം പേരാലിന് ചുറ്റും ഒരു കൂട്ടം ഭക്തർ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം. 1 മുതൽ 1000 വരെ മണികൾ കെട്ടുന്നവരുണ്ട്. സ്വർണ്ണമണി കെട്ടുന്നവരുമുണ്ട് കൂട്ടത്തിൽ. അതെല്ലാം ഭക്തരുടെ മനസ്സിലെ സങ്കല്പം അനുസരിച്ചായിരിക്കും. ശ്രീകോവിലിൽ പൂജിച്ചു കൊടുക്കുന്ന മണിയുമായി പേരാലിനെ 7 പ്രാവശ്യം വലം വയ്ക്കണം. അതിനുശേഷമാണ് മണി കെട്ടുന്നത്. ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല. ചരട് ദ്രവിച്ച് പൊട്ടി താഴെ വീഴുന്ന മണികളെ എടുക്കുവാറുള്ളൂ. കാരണം ഓരോ മണിയും ഓരോ ആഗ്രഹമാണ്, ഓരോ പ്രാർത്ഥനയാണ്. കടൽക്കരയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും സാധാരണഗതിയിൽ വെള്ളത്തിന് ഉപ്പ് രസമുണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടുത്തെ അത്ഭുതം, കടലിൽ നിന്ന് 10 മീറ്റർ മാത്രം ദൂരെയുള്ള കിണറിൽ നിന്ന് ലഭിക്കുന്നത് ഉപ്പ് രസമോ ചെളിയോ ഇല്ലാത്ത തെളിഞ്ഞ ശുദ്ധജലമാണ്. ദിവസേന എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഈ വെള്ളം തന്നെ. അതുപോലെ ഐതിഹ്യപ്പെരുമയിൽ പലപ്പോഴും വന്നു പോകാറുണ്ട് 3 കരിമ്പനകൾ. കാരണവന്മാർക്ക് ദൈവസാന്നിധ്യം ബോധ്യപ്പെടുത്തിയ ഇടങ്ങൾ. ആ 3 കരിമ്പനകളിൽ ഒന്ന് ഇപ്പോഴും ക്ഷേത്രത്തിനടുത്തുണ്ട്. ചമ്പക്കുളത്ത് നിന്ന് മുതലപ്പുറത്തേറിയാണ് ദേവി വന്നത് എന്നത് മറ്റൊരു വിശ്വാസം. കാട്ടിൽ പടീറ്റ എന്ന പേരിൽ ഒരു കുടുംബമുണ്ടായിരുന്നു. അവരാണ് ചമ്പക്കുളത്ത് നിന്ന് ദേവി ചൈതന്യം ഇവിടെ എത്തിച്ചതത്രേ. ദേവി ആദ്യം ഒരു വിളക്ക് കണ്ട് തൊഴുതു എന്നും മാലയിൽ എന്നു പേരുള്ള തറവാട്ടിലെ കിടാവിളക്കായിരുന്നു അതെന്നുമാണ് വിശ്വാസം. അതെന്തായാലും മാലയിൽ തറവാട്ടിലെ കിടാവിളക്ക് ഇന്നും അതുപോലുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ഈ കിടാവിളക്ക് കണ്ട ശേഷമാണ് ശ്രീകോവിലിലേക്ക് പോകേണ്ടത്. മാത്രമല്ല, ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഏത് ആഘോഷവും തുടങ്ങുന്നത് ഇവിടുത്തെ കിടാവിളക്കിനെ വലം വച്ച ശേഷമാണ്. ചമ്പക്കുളത്ത് നിന്ന് കൊടിക്കൂറ കൊണ്ടുവന്നാണ് ഇവിടെ ഇപ്പോഴും ഉത്സവം കൊടിയേറുന്നത്. ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ താളിയോലകളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പേരുമുണ്ട്. ഒരിക്കൽ ഓടനാട് രാജാവിനെ സന്ദർശിച്ച ശേഷം വഞ്ചിയിൽ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഈ പ്രദേശത്ത് വന്നപ്പോൾ ദേവി ചൈതന്യം അനുഭവപ്പെട്ട അദ്ദേഹം വഞ്ചിയിൽ നിന്നിറങ്ങി ധ്യാന നിരതനായെന്നും ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രം ഉയരുമെന്ന് പ്രവചിച്ചെന്നുമാണ് താളിയോലകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് അദ്ദേഹം ഈ സ്ഥലത്ത് ഒരു കൊട്ടാരം പണികഴിപ്പിച്ചു. കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് ഇപ്പോൾ കൊട്ടാരാവശിഷ്ടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശം കൊട്ടാരക്കടവ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ഐതിഹ്യത്തിൻ്റെ സാങ്കത്യം എന്തായാലും മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ജലയാത്ര യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇന്ന് TS കനാൽ അഥവാ തിരുവനന്തപുരം ഷൊർണൂർ കനാൽ എന്ന് വിളിക്കപ്പെടുന്ന ജലപാതയായിരുന്നു അന്ന് വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന കേരളത്തെ ഒന്നിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഷൊർണൂറിലായിരുന്നില്ല ഈ ജലപാതയുടെ അവസാനം. വടക്കോട്ട് പിന്നെയും ജലവഴികളുണ്ടായിരുന്നു. യാത്രകൾക്ക് മാത്രമല്ല, ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നതും ഈ ജലമാർഗമാണ്. മഹാരാജാവ് യാത്ര ചെയ്ത അതേ ജലപാതയിലൂടെ മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാനും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊന്മന അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ട സ്ഥലമായി. കുമാരനാശാൻ്റെ ഓർമ്മയ്ക്കായി പതിറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയ വായനശാല ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു.